കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വലിയ ദുരന്തമുണ്ടായിരിക്കുന്നു. കെട്ടിടം ഇടിഞ്ഞു വീണ് അപകടമുണ്ടായി. രണ്ടാം പ്ലാറ്റ്ഫോമിലെ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണു. ആളപായമൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും സരീഷ് പി കെ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സരീഷ്, വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്രയധികം ആളുകൾ എത്തുന്ന സ്ഥലത്ത് ഈ കെട്ടിടം ഇത്തരത്തിൽ തകർന്നു വീഴാറായി നിൽക്കുകയായിരുന്നു. നിലവിലത്തെ സാഹചര്യം എന്താണ്? നിലവിൽ ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുകയും അവിടെ ഏതെങ്കിലും രീതിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയുമാണ്. നിലവിൽ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ആരുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ നിർത്തിയിട്ടപ്പോഴായിരുന്നു ഈ പഴയ കെട്ടിടം, അതായത് മറ്റുള്ള ശേഷിക്കുന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ പൊളിച്ച് പുതുക്കി പണിയുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമാണ്. അതായത് 1, 3, 4 പ്ലാറ്റ്ഫോമുകളിലാണ് കൂടുതലായി ട്രെയിനുകൾ വരുന്നത്. രണ്ടാം പ്ലാറ്റ്ഫോമുകളിൽ അത്ര അധികം ട്രെയിനുകൾ വരാറില്ല. അതുകൊണ്ട് തന്നെ രണ്ടാം പ്ലാറ്റ്ഫോം ഏറ്റവും അവസാനത്തെ ഭാഗത്ത്, അതായത് പഴയ കെട്ടിടങ്ങൾ അതിന്റെ പ്രൗഢി നിലനിർത്തി മാറ്റിപ്പണിയണമെന്നൊരു നിർദ്ദേശമായിരുന്നു, മോടി കൂട്ടുക എന്നൊരു നിർദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഏറ്റവും അവസാന ഭാഗത്തായിരുന്നു നിർമ്മാണം നടത്താൻ തീരുമാനിച്ചിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ആ കെട്ടിട ഭാഗം, അതായത് സ്റ്റോറൂമായും അതോടൊപ്പം തന്നെ ഡ്യൂട്ടി ഓഫീസർമാരുടെ മുറിയായും ഒക്കെ പ്രവർത്തിക്കുന്ന ആ കെട്ടിടത്തിന് സമീപത്തെ ഒരു കെട്ടിടമാണ് ഇപ്പോൾ തകർന്ന് വീണിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആ ഭാഗത്ത് കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നിലവിൽ ആ കെട്ടിടാവശിഷ്ടങ്ങൾ എല്ലാം തന്നെ മാറ്റി ഉള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പൂർണ്ണമായി ആ കെട്ടിടം പൂർണ്ണമായി തകർന്നു വീഴുകയും ട്രാക്കിലേക്ക് ഉൾപ്പെടെ മണ്ണ് മാറുകയും ചെയ്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ആ പ്ലാറ്റ്ഫോമിൽ ആളുകൾ ആ സമയത്ത്, അതായത് ഈ അപകടം നടക്കുന്ന സമയത്ത് സ്റ്റാഫുകളോ അതോടൊപ്പം തന്നെ ഡ്യൂട്ടി സ്റ്റാഫുകളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഈ ബിൽഡിങ്ങിന് സമീപത്തെല്ലാം തന്നെ പ്ലാറ്റ്ഫോമിൽ ഷീറ്റിട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ അവിടെ വന്നിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ട്രെയിൻ വൈകുകയോ മറ്റേതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ഈ തിരക്കില്ലാത്ത പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തും, അവിടെ വന്നിരിക്കുകയും പിന്നീട് സ്വന്തം ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്തായതിനാൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അല്പം മുൻപായിരുന്നെങ്കിൽ ഒരുപക്ഷെ പാസഞ്ചർ ട്രെയിനുകൾ, മെമു ട്രെയിനുകളൊക്കെ ഉണ്ട്, കാസർഗോഡ് നിന്നും അതോടൊപ്പം തന്നെ ഷൊർണൂരിൽ നിന്നും വരുന്ന ട്രെയിനുകളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള മെമു ട്രെയിനുകളൊക്കെ നിർത്തിയിടുന്നതും ഈ രണ്ടാം പ്ലാറ്റ്ഫോമിന് സമീപത്താണ്. ഒരുപക്ഷെ അല്പം സമയം മുൻപായിരുന്നെങ്കിൽ ഒരു 9 മണിയോ 9:30യോ ഒക്കെയാണ് ഈ അപകടം സംഭവിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്തായാലും അല്പസമയം മുൻപാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതുകൊണ്ടും ആളുകൾ കൂടുതലായി ആ മേഖലയിൽ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ വലിയൊരു അപകടം ഒഴിവായത്. എന്തായാലും പരിശോധന നിലവിൽ ഈ RPF അതോടൊപ്പം തന്നെ അവിടെയുള്ള ജീവനക്കാരും റെയിൽവേ സ്റ്റേഷനിലെ ജീവനക്കാരും ഉൾപ്പെടെയുള്ളവരാണ് പരിശോധന നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫയർഫോഴ്സ് കൂടി അങ്ങോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട്. ഈ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും ഉൾപ്പെടെയുള്ളവരാണ് പ്രാഥമികമായ ഒരു പരിശോധന മാത്രം നടത്തിയത്. ഏതെങ്കിലും രീതിയിൽ അതിനകത്ത് ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു പ്രാഥമികമായ പരിശോധന ഈ ജീവനക്കാരാണ് നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി അവിടെയുള്ള മണ്ണും അതോടൊപ്പം തന്നെ കെട്ടിട ഭാഗങ്ങളും ഒക്കെ ഉണ്ട്, അത് നീക്കിയുള്ള പരിശോധന നടത്തിയാൽ മാത്രമേ ഇതിനകത്ത് ആളുകൾ കുടുങ്ങിയിട്ടില്ല എന്നൊരു ഉറപ്പിലേക്ക്, ഒരു ഔദ്യോഗികമായൊരു ഉറപ്പിലേക്ക് പോകാനാവുകയുള്ളൂ. നിലവിൽ ഇവർ കണക്ക് കൂട്ടുന്നത് എന്ന് പറയുന്നത് രണ്ടാം പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ട്രെയിൻ വന്നു കിടക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ ആളുകൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സമീപത്തെ ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്.